ഇപ്പം റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ദർശനം നമ്മളെല്ലാവരും പറയും മലയാള സിനിമയുടെ ഒരു കള്ള കാമുകൻ എത്ര സിനിമകളാണ് കപ്പേള എങ്ങനെയാണ് ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്? ഇല്ല അയ്യോ അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ല, നമ്മുടെ ജോലിയില്ലേ. മറ്റുത്തരത്തിലങ്ങ് ഒതുക്കി. ശരിക്കും പറഞ്ഞാൽ റോഷനെ ഇപ്പം നേരിൽ കാണുമ്പോൾ ഭയങ്കര പാവമായിട്ട് ഇത്രയും എന്താ പറയുക ഇന്ത്യൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചാൽ ഞാൻ അങ്ങനെ വില്ലനൊന്നും അല്ല ലൈഫില്. അതെ, ബേസിക്കലി ഞാനൊരു പാവമാണ്. അതെ അതെ അതെ, നമ്മൾ ഈ ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു. ഇപ്പോൾ നമ്മൾ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മോശം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്താൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടിക്കഴിയുമ്പം അവരുടെ കാരണങ്ങൾ റീസൺസും മനസ്സിലാവും, അവരെന്ത് സർക്കംസ്റ്റാൻസസ് കാരണമാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവും. അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നല്ലതും ചീത്തയെന്ന് പറഞ്ഞ് മാത്രം മാറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള വില്ലൻ ക്യാരക്ടേഴ്സൊന്നും എൻ്റെ മനസ്സിൽ വില്ലന്മാരൊന്നുമല്ല. പറഞ്ഞോണ്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കഥാപാത്രം ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു കഥാപാത്രം റോഷനിലേക്ക് വരുമ്പം റോഷൻ അത് ഇപ്പൊ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇയാൾ ഇങ്ങനെ ചെയ്തതാ അതോ അല്ല നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ആരെങ്കിലും ഒരു കഥ പറയുമ്പോഴോ ഒരു സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടണമെന്നില്ല. ഒരു നല്ല റൈറ്ററൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ആലോചിച്ചാലൊക്കെ മൊത്തം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എഴുതുന്നവർക്കും ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചധികം പണി എടുക്കേണ്ടി വരും നമ്മളതിൽ. അപ്പോൾ ആ പണിയൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കഥ കേൾക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, മേ ബി അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമായിരിക്കും. അല്ലാതെ അങ്ങനെ കാരണങ്ങളിലേക്ക് ആലോചന. സ്റ്റുഡിയോസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് കുസാറ്റിൽ കിട്ടിയിട്ട് അവിടുന്ന് അടുത്തടത്തേക്ക് വന്നു. അപ്പോൾ എന്നും സിനിമ തന്നെയായിരുന്നോ അതോ അഭിനയം അങ്ങനെയായിരുന്നോ ലക്ഷ്യം? അഭിനയം എന്നുള്ള ലക്ഷ്യം പോലും കുസാറ്റിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഹാപ്പി ആയിരിക്കില്ല എന്നൊരു തോന്നല. അത് കുസാറ്റ് കാരണമല്ല, ശരിക്കും ഞാൻ എടുത്തിരുന്ന കോഴ്സിൽ എനിക്കൊരു താല്പര്യം തോന്നാഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാതെ ഞാനിത് 4 കൊല്ലം പഠിച്ച് നിൽക്കണോ, അല്ലെങ്കിൽ 4 കൊല്ലം ഞാനിത് പഠിച്ചാൽ തന്നെ ഞാനിത് എഴുതിയെടുക്കുമോ താല്പര്യമില്ലാതെ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കാരണമാണ് അവിടുന്ന് മാറിയത്. അവിടുന്ന് മാറിയ കോളേജിൽ ചെന്നിട്ട് എടുത്ത കോഴ്സും എനിക്ക് താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പോൾ അവിടുന്ന് ചാടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു നാടകം ചെയ്യുന്നത്. അപ്പോൾ ഈ അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് ആ കോഴ്സ് അങ്ങ് തീർത്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു താല്പര്യമുള്ള സാധനം തപ്പി നടക്കുമായിരുന്നു. താല്പര്യം ഇല്ലാത്തത് ഏതെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അതൊക്കെ വിട്ട് അങ്ങനെ പോയി. രണ്ടുപേർക്കും ഇങ്ങനെ തലതൊട്ടപ്പന്മാർ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചുമ്മാ കളിയാക്കി പറഞ്ഞ നെപ്പോ കിഡ്സ് എന്നൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. ഇത്രയും വർഷങ്ങൾ നല്ല നല്ല സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, എന്ത് തോന്നുന്നു റോഷൻ? ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് ഞാൻ. ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ സിനിമകളും വർക്ക് ചെയ്ത ആൾക്കാർ, എസ്പെഷ്യലി ഈ ആൾക്കാരുടെ കൂടെയൊക്കെ ഇപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഇത് 2ാമത്തെ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരെണ്ണം കൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ആരെങ്കിലും ഫസ്റ്റ് കൊല്ലത്തിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചത് ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ദർശനിക്കാം എനിക്കും അതെ, ഇത് ഞാൻ തന്നെയാണ് ചെയ്യണതെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഓൾദോ അതെ, ആരും ഇപ്പോൾ ചോദിക്കാൻ ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാനോ ഇത് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കാനൊന്നും ആരും ഇല്ലെങ്കിലും ഇത് ചെയ്തു തുടങ്ങിയ പിന്നെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ, ഞങ്ങളുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ്. അത് നമ്മളെല്ലാവരും കൂടെ നാവിഗേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് ഇതറിയാം, ഇത് പറഞ്ഞു തരാം, അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇപ്പോൾ. അപ്പോൾ ആരും പറഞ്ഞു തരാനില്ല, ഗൈഡ് ചെയ്യാനില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫിലിം മേക്കേഴ്സ് ആയാലും ശരി, കോ ആക്ടേഴ്സ് ആയാലും ശരി, ദേ ആർ ഓൾ എനിക്ക് അത്രയും ആക്സസിബിൾ ആണ്. എനിക്കിപ്പോൾ ഇന്ന് ഒരു എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവരെയൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ അങ്ങനെ ഐ നെവർ ഫീൽ അലോൺ. അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ? കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നില്ല എന്ന് തോന്നുന്നത് തന്നെ വലിയ കാര്യമാണ്.